ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു നിഫ്റ്റി ഓപ്പൺ ആയത്. ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 9234 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 9277 വരെ ഹൈ പോയി. അതേ തുടർന്ന് 9199 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ഇന്ന് പൊതുവേ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വേയിലുള്ള മാർക്കറ്റായിരുന്നു. മൊത്തത്തിലൊരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു ഇന്ന് മൊത്തത്തിൽ നിഫ്റ്റിയിൽ കണ്ടത്. സെൻസെക്സ് നോക്കുകയാണെങ്കിലും അവിടെ ഏകദേശം 0.76% ഡൗൺ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മാർക്കറ്റിനെ ഒരു ഡൗണിലേക്ക് കൊണ്ടുവന്നത് SGX നിഫ്റ്റിയുടെ ഒരു ഇത് തന്നെയായിരുന്നു. രാവിലെ SGX നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 90 പോയിൻറ്റ്സിനടുത്ത് ഡൗൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു ക്ലോസിംഗ് മാർക്കറ്റ് വെച്ച് മാർക്കറ്റൊക്കെ അനലിസ്റ്റൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു ഡെയിലി ചാർട്ടിലെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പ് പാറ്റേൺ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹൈ അതായത് 9340-50 ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഒരു മോർണിംഗ് സെഷനിൽ ഒരു 30 മിനിറ്റ് തുടരുവാണെങ്കിൽ അതിനെ തുടർന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു സ്പിന്നിങ് ടോപ്പ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ എങ്ങോട്ടേക്കൊന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണിത്. അതുകൊണ്ട് തന്നെ ഒരു 30 മിനിറ്റ് മാർക്കറ്റ് ആ ഒരു 9340 റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ അത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതല്ല എങ്കിൽ താഴേക്കോ അല്ലെങ്കിൽ സൈഡ് വേയിലുള്ള സാധ്യതകളാണ് കൂടുതലെന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് SGX നിഫ്റ്റി ഒരു കൺഫർമേഷൻ തന്നതോടുകൂടി ഒരു നെഗറ്റീവ് സൈഡിലേക്കുള്ള കൺഫർമേഷൻ തന്നതോടുകൂടി മാർക്കറ്റ് താഴേക്ക് അല്ലെങ്കിൽ സൈഡ് വേയിലോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇനി ഇന്നത്തെ ആ ഒരു നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 10 സ്റ്റോക്കുകളാണ് അഡ്വാൻസസിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അത് 40 സ്റ്റോക്കുകൾ ഡിക്ലൈനിലാണ് പോയത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ മീഡിയ അതുപോലെ തന്നെ PSU ബാങ്ക് ഈ ഒരു രണ്ട് സെക്ടറുകളാണ് ഒരു മാർജിനൽ ഗെയിൻ എന്ന് വേണമെങ്കിൽ പറയാം കൊടുത്തത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ ഡൗണിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ ഒരു പോസിറ്റീവിലാണ് എൻഡ് ആയത്. 0.5% നാസ്ഡാക്ക് നോക്കുമ്പോൾ 0.5% അപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് പ്രധാനമായിട്ടും ഒരു ലോക്ക്ഡൗൺ റിലാക്സേഷനും ഒക്കെയാണ് പ്രധാനമായിട്ടും US മാർക്കറ്റിനെ പോസിറ്റീവിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് പോസിറ്റീവിലാണ് നിൽക്കുന്നത്. ഇപ്പം 0.7%-അടുത്ത് എല്ലാ മാർക്കറ്റും തന്നെ പോസിറ്റീവിൽ നിൽക്കുന്നു. ഇതിനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ആ ഒരു ജർമ്മൻ എക്കോണമിയിലുള്ള റീഓപ്പണിംഗ് വരുന്നു. അതുപോലെ തന്നെ ചൈനയിലെ എക്സ്പോർട്ട് ആക്ടിവിറ്റിയിലൊക്കെ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നു. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ ചൈനയിൽ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ ഇമ്പോർട്ടിലും അവിടെ ഒരു വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പുതിയ പ്രതീക്ഷകൾ മാർക്കറ്റ് നൽകുന്നതെന്നാണ് യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവിലേക്ക് വന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ മാർക്കറ്റിൽ അവരുടെ ഒരു എക്കോണമീനെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ എക്കോണമിയിൽ ഒരു 7.7%-ൻ്റെ കോൺട്രാക്ഷൻ ഉണ്ടാവും എന്നാണ് എല്ലാ ഫോർകാസ്റ്റുകളും വരുന്നതൊക്കെ. അപ്പോൾ അത് അവരെ സംബന്ധിച്ചുള്ളൊരു നെഗറ്റീവ് ന്യൂസുമാണ്. ഇനി ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ SGX നിഫ്റ്റി ഇപ്പോൾ ചെറിയൊരു മാർജിനൽ നെഗറ്റീവിലാണ് നിൽക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് പൊതുവേ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസിലൊരു വർധനവുണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഒരു എക്കോണമിയിലുള്ള ഒരു വീക്കർ എക്കോണമി ഡാറ്റ വരുന്നതിനൊക്കെ തുടർന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റിക്കവറിയൊക്കെ എത്ര നാളെടുക്കും ആ ഒരു കൺഫ്യൂഷനിലാണ് ഗോൾഡിലേക്ക് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ലോക്ക്ഡൗൺ റിലാക്സേഷൻ വന്നത്, അതുപോലെ തന്നെ ചൈനയിലെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിൽ വർധനവുണ്ടായത്, ഇതൊക്കെ ഒരു ക്രൂഡ് ഓയിലിന് പോസിറ്റീവായിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു മണി മാർക്കറ്റ് ക്ലോസിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ FIIൻ്റെ ഭാഗത്ത് ഇന്നലെയും ഒരു നെറ്റ് സെയിലാണ് നടന്നിരിക്കുന്നത്. അതൊരു സെൽ മോഡിലാണ് ഇപ്പോഴും FII നിൽക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. 322 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ FMCG അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്തത്. പിന്നെ ഇന്നത്തെ ഒരു നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടർ HDFC, കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ട് നിഫ്റ്റിയിൽ ഒരു ലഗാർഡായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഫെഡറൽ റിസർവിൻ്റെ പോളിസി മേക്കേഴ്സിൽ നിന്ന് വന്നൊരു അനൗൺസ്മെൻ്റാണ്. അതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു US എക്കോണമിയുടെ ഒരു റിക്കവറി അത് ഒരു സ്ലോ സ്കെയിലായിരിക്കും, അതുപോലെ തന്നെ അൺഈവൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ അവരെല്ലാവരും തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ അവിടുത്തെ എക്കോണമിയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ജോബ്ലെസ്, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഇതെല്ലാം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വർധനമാണ് എല്ലാത്തിലും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റിയിലുണ്ടായ കോൺട്രാക്ഷനും എല്ലാം ഇതുവരെ ലൈഫ് ടൈമിൽ കാണാത്ത രീതിയിലുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് ഫെഡറൽ റിസർവിൻ്റെ വൈസ് ചെയർമാൻ പറയുകയുണ്ടായി. അപ്പോൾ അത് ആ ഒരു US എക്കോണമിയിൽ എത്രമാത്രം ഇമ്പാക്റ്റാണ് ഈ കൊറോണ വൈറസ് ഉണ്ടാക്കിയത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഇപ്പം ട്രംപ്
മാർക്കറ്റിൽ US എക്കോണമിയിൽ തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ഒരു എക്കോണമിനെ റീഓപ്പൺ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. കാരണം ഇനിയും താഴേക്ക് പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം US എക്കോണമി ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിർബന്ധം പിടിക്കുന്നതും എല്ലാ ബിസിനസ് ആക്ടിവിറ്റികളും റെസ്യൂം ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് എത്രമാത്രം പോസിബിൾ ആണെന്നുള്ളൊരു കാര്യം അറിയില്ല. കാരണം അവിടുത്തെ ഒരു കൊറോണ കേസുകളും അതുപോലെ തന്നെ ഡെത്ത് റേറ്റ് എല്ലാം നോക്കുവാണെങ്കിൽ ഇപ്പോഴും നല്ല ഹൈ റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കണ്ടിന്യൂസ് വാച്ച് ചെയ്യുക മാർക്കറ്റിൽ ഇതെങ്ങനെ വരുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ ഇന്നത്തെ ഒരു സ്റ്റോക്ക് അപ്ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ നോക്കുവാണെങ്കിൽ അവിടെ GSK ഗ്രൂപ്പ് 5.6% സ്റ്റേക്ക് സെല്ല് ചെയ്തു. അത് 1750 1950 റേഞ്ചിലുള്ള പ്രൈസിൽ. പിന്നെ TCSൽ നോക്കുവാണെങ്കിൽ അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. അവർക്ക് കോണ്ടിനെൻ്റൽ ബാങ്കുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ്, അവരുടെ ഡിജിറ്റൽ കസ്റ്റമർ എക്സ്പീരിയൻസ് അവിടെ ആ ഒരു മേഖലയിൽ ഒരു പ്രോജക്റ്റിൻ്റെ ഇതായിട്ട് പാർട്ട്ണർഷിപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് TCSന് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡി ലാബോറട്ടറീസ് നോക്കുവാണെങ്കിൽ അവർക്ക് US FDAയിൽ നിന്നൊരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഓറൽ സൊല്യൂഷൻ്റെ സെയിലിനായിട്ട്. പിന്നെ HDFC 5000 കോടിയുടെ NCD റേസ് ചെയ്യാൻ പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നോക്കുവാണെങ്കിൽ ഈ ഗവൺമെൻറ് 15% സ്റ്റേക്ക് ഒരു കമ്പനി ഓഫർ ഫോർ സെയിലിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് അവർ ബ്രോക്കേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, 2-3 ബ്രോക്കേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ അടുത്ത അപ്ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 കോടി ഷെയർസ്, ആ കമ്പനിയുടെ 9 കോടി ഷെയർസ് ഒരു 6 ലാർജസ്റ്റ് ട്രേഡിൽ ഒരു എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് നോക്കുവാണെങ്കിൽ 1938-നും 1951 ഇടയിലുള്ളൊരു പ്രൈസിലാണ് ഈ ലാർജ് ട്രേഡ് നടന്നിട്ടുള്ളത്. പിന്നെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഫ്യൂച്ചർ റീറ്റെയിൽ, ഇത് കുറേ കാലമായിട്ട് ഡൗണിൽ വന്നൊരു സ്റ്റോക്കായിരുന്നു. ഒരു ഫ്യൂച്ചർ റീറ്റെയിലിൽ നടന്ന ഒരു ഇപ്പോൾ കൊറോണയുടെ ഇമ്പാക്റ്റ് മൂലമായിട്ട് അവർ ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയിരുന്നതും അവരുടെ ഒരു ബിസിനസ്സിൽ വന്ന അടി അതൊക്കെയായിരുന്നു പ്രധാന കാരണം. ഒരു നല്ല ഡൗണിലേക്ക് പോയായിരുന്നു ഈ സ്റ്റോക്ക്. അതുപോലെ തന്നെ ബിയാനി അതിൻ്റെ ഓണറിന് ഇതേപോലെ തന്നെ കുറേ ലെൻഡേഴ്സും അവരൊക്കെ കൂടുതൽ കൊളാറ്ററൽ ആവശ്യപ്പെട്ടതും അങ്ങനെ കുറേ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്റ്റോക്ക് വീണ്ടും ഒരു തിരിച്ചുവരവുണ്ടായി. അതിൻ്റെ പ്രധാന കാരണം ആമസോണ് അവരുടെ ഫ്യൂച്ചർ റീറ്റെയിലുള്ള അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു, അതിനുള്ളൊരു കൺസിഡറേഷൻ വെക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആമസോൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിനകത്തൊരു 1.3% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ഇൻക്രീസ് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് വന്നതിനെ തുടർന്ന് ഈ ഒരു സ്റ്റോക്ക് 5% അപ്പർ സർക്യൂട്ട് വരെ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ 25 lakhs പെർ ആനം അതിന് മുകളിൽ CTC വാങ്ങുന്നവർക്ക് 10% റിഡക്ഷൻ, സാലറിയിൽ 10% റിഡക്ഷൻ ഈ മെയ് മാസം തൊട്ട് വരും എന്നുള്ള രീതിയിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം നോക്കുകയാണെങ്കിൽ ഈ ഒരു കൊറോണയുടെ ഇഷ്യൂ ഈ അടുത്ത കാലത്തൊന്നും മാറാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ഇഫക്റ്റുകൾ അടുത്ത കാലത്ത് പോകാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ തുടർന്ന് അവർ ആ ഒരു സാലറി കട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ് ന്യൂസായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആസ്റ്റർ DM ഹെൽത്ത് കെയർ, ഇവർക്ക് ഒരു കൊറോണയുടെ ടെസ്റ്റിനായിട്ട് അവരുടെ ഒരു ക്ലിനിക്കൽ ലാബിന് വേണ്ടിയിട്ട് ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതേ തുടർന്ന് ആ സ്റ്റോക്ക് പോസിറ്റീവിലേക്ക് പോയി. പിന്നെ HCL ഇന്ന് അവരുടെ ഏണിങ്സ് റിലീസ് ചെയ്തു. HCLനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 3.8% ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇമ്പ്രൂവ്മെൻ്റ് ആണ്, വർധനമാണ് വന്നിരിക്കുന്നത് പ്രോഫിറ്റിൽ. അത് അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് വന്നു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിരിച്ചു വരാൻ പോകുന്ന ഒരു IT സെക്ടറിലുള്ള ഒരു നല്ല കമ്പനി ഞങ്ങളായിരിക്കും എന്നുള്ള രീതിയിൽ അവർ കോൺഫിഡൻറ്റോടുകൂടി ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ SBIയിൽ നോക്കുവാണെങ്കിൽ അവർ MCLR റേറ്റ് വീണ്ടും റെഡ്യൂസ് ചെയ്തു 15 basis points. പിന്നെ അതുമാത്രമല്ല അവർ സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ട് പുതിയൊരു പ്രൊഡക്റ്റ്, അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്പോസിറ്റിനായിട്ടൊരു പുതിയ പ്രൊഡക്റ്റ് അവർ കൊണ്ടുവന്നു, കെയർ ഡെപ്പോസിറ്റ് എന്നുള്ള പേരിൽ സീനിയർ സിറ്റിസണിന് വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷേ നോക്കുവാണെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഇപ്പോഴും ഒരു തിരിച്ചുവരവിൻ്റെ ഒരു സൂചനകളൊന്നും തരുന്നില്ല. പിന്നെ ഇനി ഗ്ലോബൽ ലെവലിൽ നോക്കുവാണെങ്കിൽ കൊറോണയുടെ കേസുകൾ 3.7 million കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ജപ്പാനിൽ നോക്കുവാണെങ്കിൽ അവർ ഗിലിയഡ് സയൻസിൽ നിന്ന് അവർ ടെസ്റ്റ് ചെയ്ത മെഡിസിൻ, ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഒരു മെഡിസിൻ, അത് റെംഡെസിവിർ എന്ന് പറഞ്ഞ മെഡിസിൻ, അത് അവർ അതിനുള്ള അപ്രൂവൽ കൊടുക്കാൻ, അത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അപ്രൂവൽ കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു.
പിന്നെ അതുമാത്രമല്ല ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു 50,000-ന് മുകളിലായി ഇപ്പം കൊറോണയുടെ കേസുകൾ. മിൻറ്റിൽ വന്ന റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇനി അടുത്തൊരു 5 ദിവസം കൊണ്ട് അതൊരു 75,000 ടച്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിൽ അവർ കണക്കുകൾ പറയുന്നു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം നിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സിറ്റികളൊക്കെ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ബോംബെയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ കേസുകൾ റിപ്പോർട്ടാവുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് ഇനിയും തള്ളിക്കളയാനാവത്തില്ല. ചിലപ്പോൾ ഇനിയും എക്സ്റ്റെൻഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഈ എക്കണോമി നോക്കുകയാണെങ്കിലും എല്ലാ രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിലും ഇനിയും മാർക്കറ്റിന് ഒരു പുൾ ബാക്ക് വരാനുള്ള സാധ്യതകളും ഉണ്ട്. നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇനിയും കോഷ്യസായിട്ട് തന്നെ ഇരിക്കുക മാർക്കറ്റിൽ. നമുക്ക് കുറച്ച് പോസിറ്റീവ് ന്യൂസുകളുണ്ട്. പല കൺട്രികളിലും റിലാക്സേഷൻസ് കൊണ്ടുവരുന്നു, ലോക്ക്ഡൗൺ റിലാക്സേഷൻ കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ അവരുടെ എക്കോണമി റീഓപ്പൺ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള പോസിറ്റീവ് ന്യൂസുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും ഈ ഒരു കൊറോണ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ലോക്ക്ഡൗൺ എന്നുള്ളൊരു നമുക്കൊരു എല്ലാ കാലത്തും എടുക്കാൻ പറ്റുന്നൊരു തീരുമാനമല്ല. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കിത് നമ്മളത് നിർബന്ധിതരാവും ലോക്ക്ഡൗൺ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. കാരണം എക്കോണമി അത്രയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ലാതാവും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാവും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇപ്പോഴും ക്ഷമയോടുകൂടി തന്നെ ഇരിക്കുക. ഒരു ചെറിയ രീതിയിലുള്ള നല്ല വാല്യൂള്ള സ്റ്റോക്കുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി തന്നെ തുടരുക. അത് ആ ഒരു അങ്ങനെയുള്ള വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലായിരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ പ്രതീക്ഷ വെക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു ഡേ ട്രേഡറായിട്ട് വന്നിട്ട് അന്നത്തെ ആ ഒരു മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ട്രേഡിംഗ് എടുത്ത് അന്ന് തന്നെ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക. അതല്ലാതെ ഷോർട്ട് ടൈമിലേക്ക് ഉള്ളൊരു പോസിബിലിറ്റി ഇനിയും മാർക്കറ്റിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ. ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് വഴിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.